ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ്, മുൻ UN അംബാസഡർ നിക്കി ഹേലി എന്നിവരെ പിന്തള്ളിയാണ് ട്രംപിന്റെ വിജയം. നിയമ നടപടി നേരിടുന്നുണ്ടെങ്കിലും മധ്യപടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ട്രംപിന് കടുത്ത പിന്തുണയുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. പ്രാദേശിക സമയം വൈകിട്ട് 7 മണിക്കാണ് അയോവ കോക്കസ് ആരംഭിച്ചത്. സാമ്പത്തികവും കുടിയേറ്റവുമാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന വിഷയമെന്ന് അഭിപ്രായ സർവേകൾ വ്യക്തമാക്കി. അയോവ കോക്കസിന് പിന്നാലെ ജനുവരി 23-ന് പാർട്ടിയുടെ ന്യൂ ഹാംഷെയർ പ്രൈമറി നടക്കും. അന്നേ ദിവസം തന്നെ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയും തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് ഔദ്യോഗിക തുടക്കമിടും. തങ്ങളുടെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ US-ലെ പാർട്ടികൾ പ്രൈമറി, കോക്കസ് രീതികളാണ് സ്വീകരിക്കുന്നത്. സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാനത്ത് അതത് പാർട്ടികൾ നടത്തിയാലും കോക്കസ് എന്നും ഭരണകൂടം നടത്തിയാൽ പ്രൈമറി എന്നും പറയുന്നു. ഇവയുടെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന നാഷണൽ കൺവെൻഷനുകളിലൂടെ സ്ഥാനാർത്ഥിയെ അന്തിമമായി പ്രഖ്യാപിക്കും. നവംബർ 5-നാണ് ഇത്തവണത്തെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.